കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം എന്ന് ചെങ്ങമ്പുഴ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ചെങ്ങമ്പുഴ മരിച്ചിട്ട് തന്നെ ഇപ്പോൾ 10-75 കൊല്ലമായി. ചെങ്ങമ്പുഴ ഇത് എഴുതുമ്പോൾ സഖാവ് ഇ പി ജയരാജൻ ജനിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഇ പി ജയരാജനെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്രാന്തദർശിയായ കവി ഇങ്ങനെ ഒരു കവിത എഴുതാൻ ഒരു ന്യായമില്ല. ഇ പി ജയരാജൻ ഒരു പാവം മനുഷ്യനാണ്. കണ്ട പേടിയാവും. അദ്ദേഹത്തിൻ്റെ ആകൃതിയും പ്രകൃതിയും ശരീരഭാഷയും ശബ്ദവും ഒക്കെ കാണുമ്പോൾ ആളുകൾ പെട്ടെന്ന് വികർഷിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആൾ ശുദ്ധഭാവമാണ്, വെറും ഭാവമാണ്. അതുപോലെ തന്നെ പേടിത്തൊണ്ടരുമാണെന്നാണ് പറയുന്നത്. ആരടാന്ന് ചോദിച്ചാൽ പുള്ളി മതിലിയാടി ഓടും എന്നാണ് പുള്ളിയോട് അടുപ്പമുള്ള പല ആൾക്കാരും എന്നോട് പറഞ്ഞത്. അദ്ദേഹം കാര്യം വെടികൊണ്ട ഒരു ത്യാഗിയൊക്കെ ആണെങ്കിൽ പോലും ആൾ പരമശുദ്ധനും അതുപോലെ പേടിത്തൊണ്ടരുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കാത്തത്, അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കാതിരുന്നു. നേരത്തെ LDF കൺവീനറായിരുന്നു, ഇപ്പോൾ അതും നഷ്ടപ്പെട്ടല്ല, അദ്ദേഹം സ്വയം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിയാകാനും പറ്റിയില്ല. അത് പിന്നെ മരുമോനെ പോക്കുന്ന തിരക്കിൽ പാവം ജയരാജനെ അവഗണിച്ചു എന്ന് വിചാരിച്ചാൽ മതി. തോമസ് ഐസക്കിനെ അവഗണിക്കാമെങ്കിൽ, ജി സുധാകരനെ അവഗണിക്കാമെങ്കിൽ, മുഖ്യൻ്റെ ഏറ്റവും അടുപ്പക്കാരനെ AK ബാലനെ മൂലക്ക് ഇരുത്താമെങ്കിൽ, പാവം ജയരാജനെ അവഗണിച്ചാൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ മന്ത്രിസ്ഥാനവുമില്ല, പാർട്ടി സെക്രട്ടറിയുമായില്ല, പോളിറ്റ് ബ്യൂറോയിലും എത്തിയില്ല, LDF കൺവീനറായിരുന്നു, അതും നഷ്ടപ്പെട്ടു. അങ്ങനെ എങ്ങുമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത്രയൊക്കെ ആയ പിന്നെ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി ഈ ഒഴിവ് കിട്ടിയ സമയത്ത് ഒരു ആത്മകഥ എഴുതി. സത്യം പറഞ്ഞാൽ പുള്ളി അങ്ങനെ വലിയ എഴുത്തും വായനയൊന്നും അറിയുന്ന ആളല്ല. അത്യാവശ്യം സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ എല്ലാ അക്ഷരങ്ങളും തെറ്റുകൂടാതെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു സഖാവ് എന്നാലും ആത്മകഥ എഴുതുന്നതിന് തയ്യാറൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നത് തിരക്കാണ്. റിട്ടയർ ചെയ്ത ജഡ്ജിമാർ ആത്മകഥ എഴുതും, റിട്ടയർ ചെയ്ത പോലീസുകാർ ആത്മകഥ എഴുതും, പണി നിർത്തിയ പത്രപ്രവർത്തകർ എഴുതും, അതുപോലെ മോഷ്ടാക്കളും ബലാത്സംഗ കേസിലെ പ്രതികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ആത്മകഥ എഴുതാൻ തുടങ്ങി. മണിയംപിള്ള എന്നൊരു മോഷ്ടാവിൻ്റെ ആത്മകഥയുണ്ട്, വായിക്കേണ്ടതാണ്, നല്ല ഒന്നാന്തര പുസ്തകമാണ്. പക്ഷെ അതൊരു പത്രപ്രവർത്തനം വെച്ച് എഴുതിച്ചാണ്. അതുപോലെ ആട ആൻ്റണി എന്ന് പറഞ്ഞ കുപ്രസിദ്ധനായ ക്രിമിനൽ, അദ്ദേഹവും ആത്മകഥ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടില്ല. അത് ഏതാണ്ട് ഒരു വലിയ സാഹിത്യ സൃഷ്ടിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് ഇപ്പോൾ റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാറായ റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന സഖാവ് ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ ജീവിതം ഒരു കഥയായിട്ട്, കഥ എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചാണ്, ഒരു കഥയായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം ഏതോ ഒരു പത്രപ്രവർത്തകൻ്റെ ഇൻ്റർവ്യൂ ഏർപ്പാടാക്കി. പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വളരെ ലളിതമധുരമായ ഒരു ആത്മകഥ തയ്യാറാക്കി. സത്യം പറഞ്ഞാൽ ഈ ആത്മകഥ ഞാൻ വായിച്ചു. ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, യാത്രയിലായിരുന്നു. യാത്രക്കിടയിൽ പല ആളുകളും എനിക്കിത് വാട്സപ്പിൽ അയച്ചു. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന കഥയെ പാവം ജയരാജനുള്ളൂ. അദ്ദേഹം സാമാന്യ ദരിദ്രമായ ഒരു നായർ കുടുംബത്തിൽ ജനിക്കുന്നു. പഠിക്കാൻ സമർത്ഥനായിരുന്നുകൊണ്ട് SLC പാസ്സാവും. തുടർന്ന് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കുഴപ്പം കൊണ്ട് പുള്ളി തോക്കും. അത് കഴിഞ്ഞ് പുള്ളി വേറെ ഏതൊക്കെ കോഴ്സുകൾക്ക് പഠിക്കും. അതൊന്നും പൂർത്തീകരിക്കുന്നില്ല, കാരണം വിപ്ലവം തലക്ക് പഠിച്ചു. പിന്നെ അത് AKGയുടെ ഒരു സഹപ്രവർത്തകനായിട്ട് മാറുന്നു. MV രാഘവനായിട്ട് അടുപ്പത്തിലാവുന്നു. ശ്രീമതി ടീച്ചറുടെ അനിയത്തിയെ വിവാഹം കഴിക്കുന്നു, കുട്ടികളുണ്ടാകും. അദ്ദേഹത്തിന് വെടികൊള്ളുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവും. അത് കഴിഞ്ഞ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ വലിയ മഹത്തായ സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തും. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഉയർച്ചയുണ്ടാകുന്നില്ല. പോളിറ്റ് ബ്യൂറോയിലേക്ക് പോകുന്നില്ല, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല. ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തപ്പെട്ട വേക്കൻസിയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തീർന്ന സഖാവ് MV ഗോവിന്ദൻ ഇദ്ദേഹത്തെ മറികടന്നുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ആവുന്നു, പോളിറ്റ് ബ്യൂറോ മെമ്പറാവും, സൈദ്ധാന്തികനുമാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഭരണകാലത്ത് പുള്ളി വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ ഉയർന്നു വന്ന ആരോപണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ബന്ധു നിയമനത്തിൽ യാതൊരു അപാകതയും ഇല്ല എന്ന് അദ്ദേഹം പറയും. അതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതരല്ല, അദ്ദേഹം തന്നെ രാജിവെക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ അഗ്നിശുദ്ധി തെളിയിച്ച് ഈ സീതാദേവിയെപ്പോലെ തീയിൽ ചാടി അദ്ദേഹം അഗ്നിശുദ്ധി തെളിയിച്ചതിന് ശേഷം മന്ത്രിസഭയിൽ തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ വിശ്രമ ജീവിതം എന്ന് പറയാവുന്ന അവസ്ഥയിലെത്തും. അതിനിടയ്ക്ക് ഇൻഡിഗോ വിമാനത്തിൽ കയറി ഉണ്ടായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇൻഡിഗോയുടെ അദ്ദേഹത്തിന് യാതൊരു വിരോധവും ഇല്ല എന്ന് പറയും. ദേശാഭിമാനിയുടെ സ്ഥലം വിറ്റ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ മറ്റ് പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നിനെക്കുറിച്ചും
അധികം വിശദാംശങ്ങളൊന്നും അദ്ദേഹം നൽകിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളാരും അത്ര വലിയ താല്പര്യപൂർവ്വം അങ്ങനെ ആഴത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ജയരാജൻ സഖാവിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ തുറന്ന പുസ്തകമാണ്. അദ്ദേഹം ഈ കാണുന്ന പോലെയല്ല, കുട്ടികളെപ്പോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഞാൻ ഈ ജയരാജൻ സഖാവിനെ ഒറ്റ പ്രാവശ്യം കണ്ടുള്ളൂ. അത് കഴിഞ്ഞ കൊല്ലം ഓണത്തിൻ്റെ ഉത്രാട ദിവസമായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ കല്യാണം. അവിടെ ഞാനും ജയരാജൻ സഖാവും അടുത്തടുത്ത കസേരകളിലാണ് ഇരുന്നത്. അദ്ദേഹം എന്നോട് വളരെ സ്നേഹമായിട്ട് മധുരമായിട്ടൊക്കെ സംസാരിച്ചു. എനിക്ക് ഒരുപാട് വിരോധികളുണ്ടെന്ന് പുള്ളി പറഞ്ഞു. പുള്ളി ഒരു വിരോധിയാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ വളരെ സ്നേഹമായിട്ട് ഞങ്ങൾ തമ്മിൽ ഉള്ള ആദ്യത്തെ കൂടിക്കാഴ്ച, ഇതുവരെയുള്ള അവസാനത്തെ കൂടിക്കാഴ്ച നടന്നു. അതിൻ്റെ അർത്ഥം ഇനി കാണില്ലെന്നല്ല കേട്ടോ, ഞങ്ങൾ തമ്മിൽ ഇനിയും കാണും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് എന്നോട് യാതൊരു വിരോധവുമില്ല, യാതൊരു അപ്രീതിയുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാധു മനുഷ്യൻ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ഏതൊരു പത്രപ്രവർത്തനം കൊണ്ട് പറഞ്ഞു എഴുതിച്ചു. അതിൽ തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. കട്ടൻ ചായയും പരിപ്പോടയും കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്നാണ് കട്ടൻ ചായ പരിപ്പോട വിവാദമൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഈ മഹത്തായ ആത്മകഥ അത് പുറത്ത് വരുന്നതിന് മുമ്പ് പബ്ലിഷർമാരുടെ ഉപബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്ത പത്രപ്രവർത്തകർ തന്നെ ആയിരിക്കാം, ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അന്നോ ഇത് ചോർത്തി. ഇതിൽ നിസ്സാരമായ എന്തൊക്കെയോ പരാമർശങ്ങൾ, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. നേരത്തെ പി ജയരാജൻ്റെ മറ്റേ പുസ്തകം വന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. ജയരാജൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള ചെറിയ ചില കാര്യങ്ങൾ എടുത്ത് പർവ്വതീകരിക്കും. ജയരാജൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കിച്ചു. അല്ലാതെ അതിൽ കവിഞ്ഞ ഒന്നും ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. ഇ പി ജയരാജൻ്റെ ആത്മകഥയിലും അങ്ങനെ അപകടകരമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഞാൻ അതിൽ താല്പര്യപൂർവ്വം നോക്കിയ ഒരു കാര്യം എം വി രാഘവനെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളതാണ്. എം വി രാഘവൻ വലിയ ധീരനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നോട് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം എന്ന് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എം വി രാഘവനോട് അങ്ങനെ വലിയ വീരാരാധനയൊന്നും വച്ചു കൊടുക്കുന്നതിൽ കഥയില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാതെ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും പാവപ്പെട്ട ജയരാജനെ ഇങ്ങനെ കല്ലെറിയുന്നത് ശരിയല്ല. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, പാവം നിഷ്കളങ്കനാണ്. പുള്ളി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ചെയ്തതല്ല, ഇദ്ദേഹത്തിൻ്റെ കാല് വരാൻ വേണ്ടി ഏതൊക്കെയോ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജാവേദക്കറെ കണ്ടത് വലിയ വിഷയമായത്, അതുകൊണ്ടാണ് ബന്ധു നിയമനം വലിയ വിഷയമായത്, അതുകൊണ്ടാണ് ദേശാഭിമാനിക്ക് 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൻ്റെ അടുത്ത് മേടിച്ചത് വലിയ വിഷയമായത്, അതുകൊണ്ടാണ് ചാക്ക് രാധാകൃഷ്ണനുമായിട്ട് ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറയപ്പെടുന്ന സൗഹൃദം ഒരു വിഷയമായത്, ചാക്ക് രാധാകൃഷ്ണൻ്റെ അടുത്ത് പരസ്യം വാങ്ങിച്ചത് വലിയ തർക്ക വിഷയമായത്, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലോക്കറിൽ നിന്ന് പണ്ടമെടുത്തത് വിവാദ വിഷയമായത്. ഈ ജയരാജൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ആർക്ക് കല്ലെറിയാവുന്ന ആ ഒരു സാധു മനുഷ്യനാണ്. ചില്ലുമേടയിൽ ഇരുന്ന് തന്നെ കല്ലെറിയല്ലേ എന്നുള്ള പാട്ട് ഒരു പക്ഷേ ജയരാജൻ്റെ മനസ്സിൽ കണ്ടിട്ടാവും എഴുതിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയവേദനയിൽ പങ്കുചേരുന്നു. സത്യത്തിൽ പുള്ളി ഒരു സാധു മനുഷ്യനാണ്. ഇവിടുത്തെ ഈ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഇവർ ചെയ്യുന്ന ഓരോ ദ്രോഹങ്ങളാണ്, അല്ലാതെ ഒന്നും പറയാനില്ല. സത്യത്തിൽ ഈ പാമ്പിനെയോ പഴുതാരോ വേണമെങ്കിൽ വിശ്വസിക്കാം, മാധ്യമപ്രവർത്തകരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ളതാണ് ജയരാജൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഗുണപാഠം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.